ബി വൈ ഡിൻ്റെ കഥ. ബി വൈ ഡി അതെ, നമ്മൾ ഈ ബി വൈ ഡിയിൽ ആക്ച്വലി വാറൻ ബഫറ്റിന് ഒരു സ്റ്റോക്ക് ഹോൾഡിങ്സ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോൾ അതിനകത്ത് നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ബട്ട് നല്ല കിഡിന് റിട്ടേൺ, അതേപോലെ തന്നെ നല്ല ലോങ് ടൈമിലൊക്കെയാണ് ബി വൈ ഡിയിൽ പുള്ളി ഇട്ടത്. അതുകൊണ്ട് നല്ല റിട്ടേൺ ബി വൈ ഡിയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇത് ഇലക്ട്രിക് വെഹിക്കിൾസ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി ഇവരാണ്. പക്ഷേ മാർക്കറ്റ് ക്യാപ്പിൽ ഇവരല്ല, ടെസ്ല തന്നെയാണ്. ബട്ട് ഏറ്റവും കൂടുതൽ മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ ഇവർ തന്നെയാണ്. ഹംബിൾ ബിഗിനിങ്. വാങ് ചു വാസ് ബോൺ 1966 വാങ് ചു ജനിക്കുന്നത്. ഒരു പുവർ ഫാർമർ ഫാമിലിയിലാണ്, ചൈനയിൽ തന്നെയാണ് പുള്ളി ജനിക്കുന്നത്. അത് യങ് ഏജിൽ തന്നെ ഓർഫൻഡ് ആയിട്ടുണ്ട് പുള്ളി. അതേപോലെ തന്നെ പുള്ളീൻ്റെ എൽഡർ ബ്രദറും സിസ്റ്ററുമാണ് പുള്ളീനെ റൈസ് ചെയ്തത്. ഈ ഫിനാൻഷ്യൽ സ്ട്രഗിൾസിൻ്റെ എല്ലാം ഇടയിലും പുള്ളിക്ക് വളരെയധികം ഈ സയൻസിനോട് വളരെയധികം ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളി ഡിഗ്രിയൊക്കെ എടുത്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രി എന്ന് പറയുന്നത് എ വിഷൻ ഫോർ ബാറ്ററീസ്. 1955 പുള്ളി ബി വൈ ഡി എന്ന് പറയുന്ന ബിൽഡ് യുവർ ഡ്രീംസ്. ബി വൈ ഡിൻ്റെ ഫുൾ ഫോം എങ്ങനെയാണ്? ബിൽഡ് യുവർ ഡ്രീംസ്. എന്താ പറയുക, 20 എംപ്ലോയീസിനെ കൊണ്ട് 1995 ഫൗണ്ട് ചെയ്യുന്നത്. അവരെന്താ പറയുക, എസ്പെഷ്യലി ഈ ഒരു റീചാർജബിൾ ബാറ്ററീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാന്നൊക്കെയായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്. അറ്റ് ദ ടൈം ജാപ്പനീസ് കമ്പനീസ് കൺട്രോൾ ദ മാർക്കറ്റ്. ആ ഒരു സമയത്തൊക്കെ ചൈനയുടെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ജാപ്പനീസ് കമ്പനീസ് ഒക്കെ ആയിരുന്നു. ബട്ട് വാങ്സ് കോസ്റ്റ് എഫക്റ്റീവ് മാനുഫാക്ചറിങ് ഹെൽപ്ഡ് ബി വൈ ഡി ഗ്രോ റാപ്പിഡ്ലി. അതേ സത്യം. അതായത് അവിടെ ഇങ്ങോട്ട് ഇറക്കുമ്പോൾ വേറെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ തന്നെ എന്താ പറയുക, ഉണ്ടാക്കി കൊടുക്കുന്ന സമയത്ത് പ്രൈസൊക്കെ നല്ല രീതിയിൽ കുറവായിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. 2003 പുള്ളിക്കാരൻ ഓട്ടോ ഇൻഡസ്ട്രിയിലേക്ക് ബി വൈ ഡി ഇറങ്ങുന്നത്. അതായത് ഒരു ചൈനീസ് കാർ കമ്പനി അവരെ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ഇതാക്കുന്നത്. അങ്ങനെ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങി കളിക്കുന്നത്. പല ആൾക്കാരും ഡൗട്ട് ചെയ്തു, കാരണം ഒരു ബാറ്ററി കമ്പനി എങ്ങനെയാണ് ഒരു ഓട്ടോ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയിട്ട് അവരെന്താണ് കാണിക്കുന്നത്. പക്ഷെ അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നു. അവർക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക, ബി വൈ ഡിൻ്റെ ബാറ്ററീസ് വെച്ച് തന്നെ അവർക്ക് നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കണമെന്ന്, എന്തുണ്ടാക്കണമെന്ന്, കാറുകൾ ഉണ്ടാക്കണമെന്ന്. 1 minute ഗൈസ്. അതായിരുന്നു അവരുടെ. എൻ്റെ അമ്മച്ചിയെ പേടിച്ചു പോവുമോ? ബി വൈ ഡി ഇതിൻ്റെ ചാർജ് വലിയ അതാണ് പണി കിട്ടിയത്. ചാർജ് കഴിയാറായല്ലോ. ഓക്കെ, റെഡി. സെറ്റ്. സെറ്റ് ചാർജ് ആയിട്ടുണ്ട്. നമ്മൾ ബി വൈ ഡിൻ്റെ കഥ പറയട്ടെ. അങ്ങനെയാണ് വാറൻ ബഫറ്റ് ബിഗ് ഇൻവെസ്റ്റ്. ഞാൻ പറഞ്ഞല്ലേ, വാറൻ ബഫറ്റ് 2008 വാറൻ ബഫറ്റിൻ്റെ ബർക്ക്ഷയർ ഹാത്വേസ് 232 മില്യൺ ബി വൈ ഡിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓർത്ത് വെക്കണം, ആ ഒരു സമയത്ത് എന്താ പറയുക, ഈ ഒരു എൻഡോഴ്സ്മെൻ്റ് ആണ് ആ ഒരു ഗ്ലോബൽ മാപ്പിൽ അവർക്ക് വലിയൊരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വാറൻ ബഫറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റില്ലോ. അതായത് അതിൻ്റെ ക്രെഡിബിലിറ്റി കൂടും, പിന്നെ അതിൻ്റെ ഇൻറ്റഗ്രിറ്റിയും എല്ലാം വളരെയധികം ബൂസ്റ്റ് ചെയ്യും. ഇ വി സ്പേസിൽ അവന്മാർ കിടിലനായിട്ട് മാറും. ഇ വി റെവല്യൂഷൻ. ബി വൈ ഡി ഷിഫ്റ്റ് ഇറ്റ്സ് ഫോക്കസ് ഫ്രം ട്രഡീഷണൽ കാർസ് ടു ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് പബ്ലിക് ട്രാൻസ്പോർട്ട്. അതെ, ഇലക്ട്രിക് വെഹിക്കിൾസിലേക്കും അതേപോലെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനിലേക്കും അവർ മാറ്റിയെന്നുള്ളത് 2026 ആക്കിയപ്പോഴത്തേനും ഞാൻ പറഞ്ഞില്ലേ, അതായത് ടെസ്ലയിനൊക്കെ അവർ സർപ്പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആക്ച്വലി ടെസ്ലയല്ല, ബി വൈ ഡി ആണ് ഏറ്റവും കൂടുതൽ കാർ ഉണ്ടാക്കുന്നത്. പക്ഷേ മാർക്കറ്റ് ക്യാപ് എപ്പോഴും ടെസ്ലയ്ക്കാണ്. അപ്പം ലീഡിങ് മാർക്കറ്റ്സ് ഫ്രം ചൈന ടു യൂറോപ്പ് എല്ലായിടത്തും. ഇവിടെ തന്നെ എന്തോരം ബി വൈ ഡിൻ്റെ വണ്ടികളാണ് ഇവിടെ കിടന്ന് കളിക്കുന്നത്. ടെസ്ലൻ്റെ എങ്ങനെ കാണാനൊന്നുമില്ല, ബി വൈ ഡിൻ്റെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ബി വൈ ഡി നൗ ലീഡ്സ് ഇൻ ഇ വി. അതെ, ബി വൈ ഡി ആണ് ഇ വിയിൽ ഇപ്പം രാജാക്കന്മാർ. അതേപോലെ സോളാർ എനർജി അവർക്കുണ്ട്, എനർജി സ്റ്റോറേജ് അവരുടെ അടുത്തുണ്ട്. വിത്ത് ഇറ്റ്സ് ടെക്നോളജി ബീങ് അഡാപ്റ്റഡ് വേൾഡ് വൈഡ്. ഇതെല്ലാം അവർ ആക്ച്വലി ഇവർക്കെല്ലാം ഇതുണ്ട്. ഇവരുടെ ഇന്ത്യയിലൊക്കെ എക്സ്പാൻഷൻ ഉണ്ട്, ബ്രസീലുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലൊക്കെ ഇവർക്ക് ആക്ച്വലി എക്സ്പാൻഷൻ ഇവർ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ. എ ലെഗസി ഓഫ് ഇന്നോവേഷൻ ഫ്രം എ ഫാമേഴ്സ് സം ടു ആൻ ഇൻഡസ്ട്രിയൽ ലീഡർ. വാങ് ചങ്ഹു's stories prove that vision, resilience and innovation can reshape the world. Truly he built his dreams. സത്യം, പുള്ളി കഷ്ടപ്പെട്ട് പുള്ളീൻ്റെ ഡ്രീം പുള്ളി ഉണ്ടാക്കി. അത്രയേ ഉള്ളൂ ഇതിനകത്തൊക്കെ പറയാനായിട്ട്.
എന്നാലത് കിടിലൻ കിടിലൻ നല്ല രീതിയിലുള്ളൊരു സ്റ്റോറി തന്നെയായിരുന്നു ഗൈസ്. നല്ല നല്ല ഇൻസ്പിറേഷണൽ സ്റ്റോറിയായിരുന്നു.